Hi guys, welcome back to the yet another video of Let's Talk More Tech. അപ്പൊ നമ്മള് ഈ ഒരു ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെ ഇല്ലേ, നമ്മള് വീട് ചെറുതായിട്ടൊന്ന് മാറി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ബാക്കിൽ കാണുന്നതാണ് ഇപ്പത്തെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല കുറച്ച് ഒന്ന് രണ്ട് സെറ്റപ്പ് കൂടെ അവർ ചെയ്യണ്ട. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് സാധനം അപ്ഗ്രേഡ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും ഔട്ട് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാനാവുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് കാണുന്നത് തന്നെ എനിക്ക് മനസ്സിലാവും കുറച്ച് ഹെവി സാധനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഗാഡ്ജറ്റ് അപ്ഡേറ്റ്സ് ആണ്. ഇപ്പൊ തന്നെ ഒരു സ്റ്റാൻഡാണ്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് ഇനിയും ഒന്ന് രണ്ട് സാധനങ്ങളൂടെ സെറ്റ് ആക്കാനുണ്ട്. ഇപ്പൊ തൽക്കാലം വന്ന് വെച്ചിട്ട് പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ഹെവിയാ. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. അയ്യോ, ഇത് താഴെ വെക്കാൻ മറന്നുവല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ ടെക് ചാനൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ബീൻ ബാഗിൽ ഇരുന്നോണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് തന്നെ തൽക്കാലം അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എന്റെ ക്യാമറാമാൻ കാണിച്ചു തരാം. എന്റെ ക്യാമറാമാൻ നമ്മുടെ പ്രിയ പത്നിയാണ് നമ്മുടെ ക്യാമറാമാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ദിസ് വൺ ഒരു സ്റ്റാൻഡാണ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാതെ തന്നെ എന്നിട്ട് സ്റ്റാൻഡ് എവിടെ സെറ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അൺബോക്സ് ചെയ്യാനുള്ള ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ. ഗാഡ്ജറ്റ് ബോക്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ കത്തി മേടിച്ചതിൻ്റെ ശേഷം ഒരു സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒക്കെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് എന്തായാലും ഈ ഒരു സുവർണാവസരം അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ കോണ്ടന്റ്സ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുതൽ അടിപൊളി കോണ്ടന്റ്സ് ഒക്കെ വരും. ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ കൂടെ കുടിക്കുക. ഇത് കുറച്ച് ഹെവിയാ, സെറ്റപ്പ് ആക്കിയത്. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ വേറെ എന്തുണ്ടോ ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ലൈറ്റ് വെക്കുന്ന സ്റ്റാൻഡ്. അയ്യോ, അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. കാരണം നമ്മളെ ലൈറ്റ് കുറച്ച് ഹെവിയാണ്. അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടുണ്ടാവും. എന്തായാലും ഇതാദ്യം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് എത്ര ഹൈറ്റിൽ വരും എന്നുള്ളത് നോക്കാം കേട്ടോ. ഇവിടെ ലൂസ് ചെയ്യാനൊന്നുമില്ലല്ലോ. അത്യാവശ്യം ഹൈറ്റിൽ വരും. ഇത്രയും ഹൈറ്റ് വരും. നമുക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിന് അടിപൊളിയാക്കാം. ഇത് തൽക്കാലം നമുക്ക് വേണമെന്നുള്ളതൊക്കെ വെച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുന്ന് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇതിങ്ങനെ ലൂസാക്കാനാണ്. ഓക്കെ, ബേസ് കുറച്ചുകൂടെ ഇതാക്കിയിട്ട് ഇവിടെ ടൈറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഓരോ പ്രൊഡക്റ്റും ഞാൻ ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ട് അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് സെറ്റായി. ബാക്കിയുള്ള കൂടെ അൺബോക്സ് ചെയ്യാം. നമ്മുടെ ബോക്സ്, ഈ ബോക്സ് ഓൾറെഡി കുറച്ച് കീറിയിട്ടാ കവർ കണ്ടത്. ഒന്നും പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കാം. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. തല തിരിച്ചിട്ടാണോ ഇങ്ങനെയാണ്. വരുന്നില്ലേ? ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പം ഇതിന്റെ അൺബോക്സിങ് ചെയ്യാം. യെസ്, ഇതിലേക്ക് ഒരു ക്യാമറാമാൻ ഇവിടേക്ക് വരും. ഇതിൽ നമുക്കിതാ ഇതിൻ്റെ ഒരു റിമോട്ട് ഉണ്ട് ഈ സൈഡിലായിട്ട്. ബാറ്ററി, ഇനി ഇതിന് ഞാൻ ബാറ്ററി വാങ്ങേണ്ടി വരുമല്ലോ എന്നാലേക്കും. ഇതേ വയറ്, യെസ്, ഇതാണ് നമ്മുടെ ലൈറ്റ്. ലൈറ്റിന്റെ കൂടെ നമുക്ക് റിഫ്ലക്ടറും കൂടെ വരുന്ന ഒരു കോംബോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്.
ഇതതിൻ്റെ റിഫ്ലക്ടറാണ്. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതേ ആണ് ലൈറ്റ് വരുന്നത്. റിഫ്ലക്ടർ ഇവിടെ വെക്കണം. അതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഇതിലെന്താ, അതെ വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഇതിൻ്റെ DCL 150WBC കോംബോ ഈ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് സെറ്റാക്കി നോക്കാം. ഇത് ഈ ലൈറ്റാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ ഇങ്ങനെ ബാക്കോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂടി ഇങ്ങനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ റിഫ്ലക്ടർ ഇതിൻ്റെ അകത്ത് വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് ലോക്ക് ചെയ്യുക. എന്നാലേ ഇത് ഫിക്സ് ആയി ഇവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ലോക്ക് വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ പിന്നിൽ ബട്ടൺസ് കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും ഉണ്ട്. നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാം. പിന്നെ വേറെ ബാക്കിൽ നമുക്ക് കുത്താനുള്ളൊരു പോർട്ട്. ഇത് നമ്മൾ പ്ലഗിൽ കുത്തുന്ന സൈഡ്. ഇത് എന്നിട്ട് നമ്മൾ എവിടെയതെ ഇവിടെ ഒരു പോർട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഇത് പ്ലഗ് ചെയ്യുക. അപ്പം നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലൈറ്റ് കത്തുന്നുണ്ടോ. എന്നിട്ട് നമ്മളൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ അവസാനം കത്തിയില്ലെങ്കിലോ ഈ ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. ഇത് കുറച്ച് കൊണ്ടുവരുമ്പോൾ അതെ ഇപ്പം അത് 0-ലാണ്. മാക്സിമം ലോയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. ഇപ്പോൾ 0-ലായി, ഓഫായി. ഇനിയിപ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അതേപോലെ കൂടി വരും. ഓക്കെ. അപ്പോൾ ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാണ് നമ്മുടെ ഒരു കറണ്ട് സെറ്റപ്പ് വരുന്നത്. നമ്മുടെ ലൈറ്റ് ദേ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ പണി കിട്ടി. ഈ സോഫ്റ്റ് ബോക്സ് ഈ ലൈറ്റിന് ഫിറ്റ് ആവുന്നതല്ലായിരുന്നു. പിന്നെ അത് ദേ ഈ ഒരു ടൈപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലാമ്പ് റിങ് വാങ്ങണം. അപ്പോൾ നമ്മളെ ബീൻ ബാഗ് ഇവിടെ ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശത്തെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന് ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ വരുന്ന വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൈക്ക് ചെക്ക്. അപ്പം നല്ല മൈക്ക്. ഇതിൻ്റെ ഇതാണ് കേട്ടോ, കൺട്രോളറാണ്. ഇവിടെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും, വാംത്ത് കൂട്ടാനും, കൂള് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഫക്ട്സ് അങ്ങനത്തെ കുറച്ച് സെറ്റിങ്സ് ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച സമയത്ത് ഞാൻ സോഫ്റ്റ് ബോക്സും ലൈറ്റും ഒക്കെ ഡിജിടെക്കിന് തന്നെ മേടിച്ചത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചാൽ അതിൽ തന്നെ സജഷൻ വന്നിട്ട് മേടിച്ചാണ്. അപ്പം അത് കോമ്പാറ്റബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ മേടിച്ചത്. പക്ഷെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് സോഫ്റ്റ് ബോക്സിൻ്റെ ബാക്കിൽ ഒരു റിങ് വരുന്നുണ്ട്. ഒരു S ടൈപ്പ് റിങ് ആണ്. ആ റിങ്ങും ലൈറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ആ റിങ്ങും തമ്മിൽ മാച്ച് ആവുന്നില്ല. അതാണ് എനിക്ക് പാളിയത്. അപ്പം എന്തായാലും നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മേടിക്കുക. അതേപോലെ ഇൻ കേസ് നിങ്ങൾ ഇതേപോലെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു കോമ്പാറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് എക്സ്ട്രാ നിങ്ങൾ മേടിക്കേണ്ടി വരും. ഇപ്പം ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം ടേപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഹീറ്റ് ആവുന്ന സമയത്ത് ടേപ്പ് ഊരിയാണ് നിങ്ങളെ ഗിയറൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യരുത്. ഇപ്പോൾ തൽക്കാലത്തെ ഞാൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഫുള്ള് സെറ്റപ്പ്. ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ 1-2 സാധനങ്ങളൂടെ സെറ്റ് ചെയ്ത് കളറാക്കാനുണ്ട്. അപ്പം എന്തായാലും ആ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഗിയറിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം. അതേപോലെ തന്നെ ഈ ലൈറ്റിംഗ് സെറ്റപ്പ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് എന്താ സജസ്റ്റ് ചെയ്യാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്ക് ലൈറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു സാധനം ചെയ്യും. പിന്നെ നിങ്ങളെ സജഷനൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് പോകാം. അപ്പം എന്തായാലും ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ കൂടിക്കോ. അതേപോലെ ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ. അതേപോലെ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, യൂട്യൂബ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പം ഒരു വീഡിയോ മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ ഇപ്പം തന്നെ കൂടെ കൂടിയപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ബൈ ഫ്രം ലെറ്റ്സ് ടോക്ക് more tech.